വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 10 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായത്തിൻ്റെ 19 വാക്യം. പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. ക്രൈസ്തവ ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമല്ല. പരീക്ഷണങ്ങളും ആശങ്കകളും നിരാശകളും നിറഞ്ഞ അനുഭവങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഈ അനുഭവങ്ങളിൽ ധൈര്യം പകരുവാൻ ഒരു വ്യക്തി നമ്മോടൊപ്പം ഉണ്ടായാൽ അവിടെ ഏറെ ദൈവകൃപ അനുഭവിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ പൗലോസിനോടൊപ്പം സന്തത സഹചാരിയായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശീലാസ്. ഈ പേരിൻ്റെ അർത്ഥം ചോദിച്ചു വാങ്ങിയത് എന്നും മരങ്ങൾ നിറഞ്ഞ സ്ഥലം എന്നുമാണ് കാണപ്പെടുന്നത്. യെരുശലേമിലെ സഭയിലെ പ്രമാണികളിൽ ഒരുവനായിരുന്നു ശീലാസ്. ശീലാസും 2 കൊരിന്ത്യർ 1 അധ്യായം 19 വാക്യത്തിൽ പൗലോസ് പറയുന്ന സില്വാനോസും ഒരാൾ തന്നെ ആയിരിക്കാമെന്നാണ് വേദപുസ്തക പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഈ പ്രഭാതത്തിൽ ശീലാസിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ധീരനായ ഒരു സുവിശേഷകനായിരുന്നു ശീലാസ്. റോമ ചക്രവർത്തിമാർ അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ശക്തരും അവരുടെ റോമ പട്ടണം വളരെ പ്രശസ്തവുമായിരുന്നു. ശീലാസും റോമ പൗരത്വം ഉള്ള വ്യക്തിയായിരുന്നു. റോമ പൗരത്വത്തിൻ്റെ പദവികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, റോമ കൈസറുടെ മുൻപാകെ അന്യായം ബോധിപ്പിക്കാനുള്ള അവകാശം ഓരോ റോമ പൗരന്മാർക്കും ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട്, ചമ്മട്ടി, ചാട്ടവാറ് തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടുള്ള അടി, ഇങ്ങനെയുള്ള ഹീനമായ ശിക്ഷയിൽ നിന്ന് റോമ പൗരനാണെങ്കിൽ ഇവർക്ക് ഇളവ് കിട്ടുമായിരുന്നു. മൂന്നാമതായിട്ട്, വധശിക്ഷയിൽ നിന്നും ഇവരെ ഒഴിവാക്കുമായിരുന്നു. ഇവർ എവിടെ ജീവിച്ചാലും റോമ പൗരൻ എന്ന് അറിയപ്പെടുമായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള മേന്മകളും അധികാരങ്ങളുമെല്ലാം ശീലാസിന് ഉണ്ടായിരുന്നിട്ടും ഒരു ക്രിസ്തു ശിഷ്യനായതിനു ശേഷം തടവിൽ കിടക്കേണ്ടതായും പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായും എല്ലാം വരുന്നുണ്ട്. അവിടെയും ധൈര്യത്തോടെ നിൽക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും ശീലാസിന് സാധിച്ചു. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും പൗലോസിനോടൊപ്പം പ്രാർത്ഥനാ നിരതനായി ദൈവത്തെ ആരാധിക്കുവാനുള്ള ധൈര്യം ശീലാസിന് ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട്, ആത്മീയ പക്വതയുള്ള സുവിശേഷകനായിരുന്നു ശീലാസ്. അപ്പോസ്തല പ്രവൃത്തികൾ 15 അധ്യായത്തിൽ കാണുന്ന യെരുശലേം കൗൺസിലിൽ ശീലാസിനെ ഒരു യജമാനനായ നേതാവായി അവിടെ പരാമർശിക്കുന്നു. സഭാജീവിതത്തിൽ ശുദ്ധതയും പക്വതയും ഒക്കെ പുലർത്തിയ ഒരു സുവിശേഷകനായിരുന്നു ശീലാസ്. മാത്രമല്ല, പൗലോസ്, തിമോഥെയോസ്, പത്രോസ് ഇവരോടൊക്കെ സഹകരിച്ച് പ്രവർത്തിച്ച വ്യക്തിയുമായിരുന്നു ശീലാസ്. ടീം വർക്കിൻ്റെ ഗുണങ്ങളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്വന്തം പേരിൽ പ്രശസ്തി നേടുകയല്ല, മറിച്ച് കൂട്ടായ പ്രവർത്തനത്തിലൂടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുവാൻ ശീലാസിന് സാധിക്കുന്നു. ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്ക് സുവിശേഷം വ്യാപിപ്പിക്കുവാൻ അപ്പോസ്തലനായ പൗലോസിനെ സഹായിച്ചതിൽ ശീലാസിന് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. ശീലാസ് വിശ്വസ്തനും കാര്യപ്രാപ്തനുമായിരുന്നു. തന്നെ ഏൽപ്പിക്കുന്ന ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്നവരെയാണ് വിശ്വസ്തരെന്ന് പറയുന്നത്. എന്നാൽ ശീലാസിനെ വിശ്വസ്ത സഹോദരൻ എന്നാണ് പത്രോസ് അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ ശീലാസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതലായ മറ്റു വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. തൻ്റെ ജീവിത അന്ത്യത്തെപ്പറ്റിയും യാതൊരു അറിവും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വിശ്വസ്തനായിരുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ ശീലാസിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ധീരനായ ഒരു സുവിശേഷകനായും ആത്മീക പക്വതയുള്ള ഒരു സുവിശേഷകനായും തീരുവാൻ ശീലാസിന് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിലെ ധീരതയും ആത്മീയ പക്വതയും ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? അത്തരത്തിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ പക്വതയുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പക്വതയുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.